ഓം നമോ ഭഗവതേ സായിശ്വരായ. ശ്രീ സത്യസായി ഭാഗവതം 86-96. ഈ ശരീരം 96 വർഷം അവതാര ദൗത്യ പൂർത്തീകരണത്തിനായി നിലകൊള്ളും. ആവശ്യം കഴിഞ്ഞാൽ ഞാൻ ഇത് വലിച്ചെറിയും. പലവട്ടം ഇക്കാര്യം ഭഗവാൻ 10,000-ങ്ങളെ സാക്ഷിയാക്കി അരുളിയിട്ടുണ്ട്. ഭഗവാൻ ഇത്ര പെട്ടെന്ന് ശരീരം ത്യജിക്കുമെന്ന് ഒരാൾ പോലും കരുതിയിട്ടുണ്ടാവില്ല. എത്ര കൊടിയ ദുരന്തങ്ങളിൽ നിന്നെല്ലാം അവിടുന്ന് തിരിച്ചു വന്നിരിക്കുന്നു. ഇതും ഒരു ലീലയെന്ന് കരുതി എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരുന്നു. പക്ഷേ സംഭവിച്ചത് നേരെ മറിച്ചും. എന്തേ ഇങ്ങനെ? ഈ ചോദ്യം ചോദിക്കാത്ത സായി ഭക്തർ ആരും തന്നെ ഉണ്ടാകില്ല. ഇതിന് തൃപ്തികരമായ ഒരു ഉത്തരം ലഭിക്കേണ്ടതുണ്ട്. കാരണം ഭഗവാന്റെ തിരുനാവിൽ നിന്ന് ഒരിക്കലും പാഴ്വാക്കുകൾ വന്നിട്ടില്ല. എന്തിനു ഭഗവാൻ ശരീരം ഇപ്പോൾ ഉപേക്ഷിച്ചു? ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഒറ്റ വാക്കിൽ: അവിടുത്തെ ഇച്ഛ. ആർക്കത് ചോദ്യം ചെയ്യാനാകും? ലോകൈകനാഥനാണ് അവിടുന്ന്. സ്വാമിയുടെ തീരുമാനങ്ങളെ സ്വീകരിക്കുകയല്ലാതെ മറ്റൊരു വഴിയേ ഇല്ല. കാരണം ലോകനിയന്താവ് അവിടുന്നാണ്. സ്വാമിയുടെ നിയമങ്ങൾ സ്വാമി തന്നെ തെറ്റിക്കുമോ? ശ്രീരാമകൃഷ്ണൻ പറഞ്ഞ മറുപടിയാണ് ഇവിടെ പറയേണ്ടത്. നിയമം എഴുതിയ ആൾക്ക് അത് തിരുത്താനും അധികാരമുണ്ട്. ഒരിക്കൽ മധുര ബാബു ശ്രീരാമകൃഷ്ണനോട് ചോദിച്ചു, ജഗദീശ്വരി തന്നെയല്ലേ പ്രപഞ്ച നിയമം ഉണ്ടാക്കിയത്? ദേവിക്ക് തന്നെ അത് തെറ്റിക്കാൻ കഴിയുമോ? എന്തുകൊണ്ട് വയ്യ എന്നായി ശ്രീരാമകൃഷ്ണ പരമഹംസർ. അങ്ങനെയെങ്കിൽ ഈ ചുവന്ന ചെമ്പരത്തിപ്പൂ ഉണ്ടാകുന്ന ചെടിയിൽ വെളുത്ത പൂക്കൾ ഉണ്ടാകുമോ? ചെമ്പരത്തി ചെടി ചൂണ്ടി അദ്ദേഹം ചോദിച്ചു. അമ്മ ഇച്ഛിച്ചാൽ അതും സംഭവിക്കും എന്ന് ശ്രീരാമകൃഷ്ണൻ മറുപടി നൽകി. പിറ്റേ ദിവസം ആ ചെമ്പരത്തിയുടെ ഒരു കമ്പിൽ ഇരുവശത്തും 2 പൂക്കൾ വിടർന്നു. ഒന്ന് ചുവന്നതും മറ്റേത് വെളുത്തതും. ആ കമ്പ് ഒടിച്ചെടുത്തുകൊണ്ട് ഉന്മത്തനെ പോൽ ശ്രീരാമകൃഷ്ണദേവൻ മധുരബാബുവിന്റെ സമീപത്തേക്ക് ഓടിയെന്ന് ചരിത്രം. ഭഗവാൻ സ്വേച്ഛ പോലെ വരുന്നു, അതുപോലെ തന്നെ മടങ്ങുന്നു. ഇതാണ് വസ്തുത. പക്ഷേ നമ്മുടെ ബുദ്ധിക്ക് ആശ്വാസം കിട്ടാനായി അവതാര പുരുഷൻ ഒരു പഴുത് കാണിച്ചു തരികയും ചെയ്യും. നമുക്ക് ആ വഴിക്ക് ചിന്തിക്കാം. ഭഗവാൻ ശരീരം ത്യജിച്ച കാര്യം ലോകത്തോട് പ്രഖ്യാപിക്കുമ്പോൾ സത്യസായി അന്താരാഷ്ട്ര സംഘടനയുടെ പ്രസിഡന്റ് പറഞ്ഞു, നക്ഷത്രമാസപ്രകാരം ഭഗവാൻ ശരീരം ത്യജിച്ചത് ഭഗവാൻ മുമ്പ് പറഞ്ഞതുപോലെ ആയിരുന്നു. 96 വയസ്സ് ആയിരുന്നു. ഇന്ന് നാം പിന്തുടരുന്ന ഗ്രിഗോറിയൻ കലണ്ടർ ഭാരതീയ കാലഗണനാ സമ്പ്രദായത്തിലുള്ളതല്ല. നമ്മുടെ ആരാധനാക്രമങ്ങളും ജീവിതവും ഇന്നും പിന്തുടരുന്നത് ഭാരതീയ സമ്പ്രദായത്തിൽ തന്നെയാണ്. താഴെ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കൂ. നമ്മുടെ പിറന്നാൾ കാര്യം നോക്കാം. പിറന്ന നാളാണ് നമുക്ക് പ്രധാനം, പിറന്ന ദിവസമല്ല. നാൾ എന്നാൽ നക്ഷത്രം. നാം ക്ഷേത്രത്തിൽ അർച്ചന നടത്തുന്നത് നമ്മുടെ പേരും നക്ഷത്രവും പറഞ്ഞാണ്, ദിവസവും പേരും പറഞ്ഞില്ല. ശ്രീരാമൻ പുണർദം നാളിൽ ജനിച്ചു. ആ ദിവസം നാം രാമനവമി എന്ന് ആഘോഷിക്കുന്നു. ശ്രീകൃഷ്ണൻ ജനിച്ചത് രോഹിണി നാളിൽ. അത് നാം ശ്രീകൃഷ്ണ ജയന്തിയായി ആഘോഷിക്കുന്നു. നക്ഷത്രമാണ് നമുക്ക് പ്രധാനം. വിവാഹം, ഗൃഹപ്രവേശം, ക്ഷേത്രത്തിലെ മുഹൂർത്തങ്ങൾ, ശിലാസ്ഥാപനം ഇവയെല്ലാം നാം നടത്തുന്നത് നാൾ നോക്കിയാണ്. ഭാരതീയ ജീവിതം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് തിഥിയും നാളും നോക്കി എന്ന് സാരം. ജനിച്ച ശിശുവിന് 28 കെട്ട് എന്ന ചടങ്ങുണ്ട്. നൂല് കെട്ടുക എന്ന് പറയും. നവജാത ശിശുവിന്റെ നക്ഷത്രം മുതൽ 27 നക്ഷത്രം കഴിയുമ്പോൾ, അതായത് 1 മാസം കഴിയുമ്പോൾ 28 കെട്ടുന്നു. കുഞ്ഞ് ജനിച്ചിട്ട് ഭാരതീയ ഗണന പ്രകാരം 1 മാസമായി എന്ന് സാരം. 10 മാസം ചുമന്ന് നടന്ന് പ്രസവിച്ചു എന്ന ചൊല്ല് തന്നെയുണ്ട്. 10 മാസത്തെ കണക്ക് ശ്രദ്ധിക്കുക. ഇപ്പോഴത്തെ കലണ്ടർ പ്രകാരമെങ്കിൽ 30 × 10 300 ദിവസം. നക്ഷത്രപ്രകാരമെങ്കിൽ 27 × 10 270 ദിവസം. അപ്പോൾ നാം 10 മാസം എന്ന് പറയുന്നത് 27 ദിവസങ്ങൾ ഉള്ള മാസത്തെയാണ്. 270 ദിവസമാണല്ലോ ഗർഭകാലം. ഇക്കാരണങ്ങളിലൂടെ നമ്മുടെ കാലഗണന നക്ഷത്രത്തെ, ചന്ദ്രനെ അടിസ്ഥാനപ്പെടുത്തിയാണെന്ന് വ്യക്തം. ഇന്നും നാം അത് പിന്തുടരുന്നു. അപ്പോൾ ആ കണക്കനുസരിച്ച് 1 മാസം എന്നത് 27 ദിവസം. 1 വർഷം എന്നാൽ 27 × 12 324 ദിവസം. ഭഗവാൻ ശരീരത്തിൽ വസിച്ചത് ഇംഗ്ലീഷ് കലണ്ടർ പ്രകാരം 86 വർഷം. 86 വർഷം ദിവസമാക്കുമ്പോൾ 86 × 365.25 31,411.5. ഈ ദിവസത്തെ നക്ഷത്രമാസമുള്ള വർഷമാക്കുമ്പോൾ നക്ഷത്രമാസപ്രകാരമുള്ള വർഷമാക്കുവാൻ 31,411.5 ഹരിക്കണം 324 സമം 96 എന്ന് ഉത്തരം കിട്ടും. അതായത് ഭഗവാൻ ഭാരതീയ ഗണന പ്രകാരം 96 വർഷവും ശരീരത്തിലുണ്ടായിരുന്നു. ഇനി ഭഗവാൻ അരുളിയ ചില കാര്യങ്ങൾ ചുവടെ, അതൊന്ന് ശ്രദ്ധിക്കാം. ഈ ഭൗതിക ശരീരത്തിൽ ഇനി 58 വർഷം കൂടി മാത്രമേ ഞാൻ ഉണ്ടായിരിക്കുകയുള്ളൂ. ഇപ്പോൾ എൻ്റെ ജീവിതം നിങ്ങളോട് ബന്ധപ്പെട്ടിരിക്കുന്നു. ആ ഭാഗ്യം നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക. സത്യസായി വാണി 2ാം ഭാഗം, അധ്യായം 18, പേജ് 83, 21/1, 1961. ഈ വർഷം നക്ഷത്രമാസപ്രകാരം ഗണിക്കൂ. 1961.
അഭിമുഖമുറിയിൽ ഭഗവാനും ബ്രഹ്മാനന്ദ പാണ്ഡെയും മകൻ അരുണും. ഭഗവാൻ അരുണിനോട് ചോദിച്ചു, ഭാരത സർക്കാരിന്റെ ആസൂത്രണ കാലാവധി എത്ര? 5 വർഷം സ്വാമി, അരുൺ പറഞ്ഞു. അരുണന്റെ പിതാവ് പറഞ്ഞു, റഷ്യയിൽ അത് 6 വർഷമാണ് സ്വാമി. ഭഗവാൻ അരുളി, എന്റേത് 16 വർഷം, സ്വാമി വിശദീകരിച്ചു. ഭക്തന്മാരെ ആനന്ദിപ്പിക്കാനുള്ള ലീലകൾക്കായി 16 വർഷം, മഹിമകൾ കാണിക്കാനായി 16 വർഷം, ഉപദേശങ്ങൾക്കായി 16 വർഷം, വിദ്യാപ്രചരണത്തിനായി 16 വർഷം, ആരോഗ്യ ശുചിത്വം ബോധ്യപ്പെടുത്താൻ 16 വർഷം, എല്ലാ മതങ്ങളുടെയും അന്തസത്തയായ സനാതനധർമ്മ പുനരുദ്ധാരണത്തിനായി 16 വർഷം. സത്യം ശിവൻ സുന്ദരം 6 അധ്യായം 6. അതായത് 16 × 6 96 വർഷം എന്ന് സാരം. ഭഗവാന്റെ വിൽപത്രം. 1998 പ്രധാനപ്പെട്ട പല പദവികളിലും ഭഗവാൻ വിദ്യാർത്ഥികളെ നിയമിച്ചുകൊണ്ടിരിക്കുന്ന സമയം. സ്വാമി സൂക്ഷിച്ചിരുന്ന ഔദ്യോഗിക രേഖകളും മറ്റും ഫിനാൻസ് അക്കൗണ്ട് വകുപ്പുകളിലേക്ക് കൈമാറ്റം ചെയ്യുകയാണ്. ഈ സമയം ഭഗവാന്റെ ഒപ്പോടുകൂടിയ ഒരു പ്രമാണം കിട്ടി. അതവർ ഭഗവാന്റെ അനുവാദം കിട്ടിയിട്ട് കൊടുത്തുവിടാനായി സ്വാമിയെ കാണിച്ചു. സ്വാമിയുടെ വിൽപത്രമായിരുന്നു അത്. ഭഗവാൻ അത് വായിച്ചു കേൾപ്പിക്കാൻ പറഞ്ഞു. വായിച്ചു കേട്ടപ്പോൾ ഭഗവാൻ അരുളി, ഓഫീസ് കീ പാമ്പിച്ചാവോടോ, ഓഫീസിലേക്ക് കൊടുക്കണ്ട. ഭദ്രങ്കാ പെട്ടുകോ, ഭദ്രമായി സൂക്ഷിച്ചു വെക്കൂ. പാനിക്ക് വാസ്തുണ്ടി, അത് പ്രയോജനപ്പെടും. ഈ വാക്കുകൾ പിന്നീട് പരമസത്യമായി ഭവിച്ചു. ആ വിൽപത്രത്തിന്റെ സാരമിതാണ്. എനിക്ക് 44 വയസ്സായി. സനാതന ധർമ്മ പരിപോഷണത്തിനായി, പ്രചാരണത്തിനായി ഞാൻ മാതാപിതാക്കളെ വിട്ട് 12ാം വയസ്സിൽ വീട് ഉപേക്ഷിച്ചു പോന്നു. ഞാൻ അവിവാഹിതനാണ്. ഇനി തിരിച്ചു പോകുന്നില്ല. കുടുംബവുമായി യാതൊരു ലൗകിക ബന്ധങ്ങളുമില്ല. എല്ലാം ഉപേക്ഷിച്ചിരിക്കുന്നു. ഇന്ന് എനിക്കുള്ളതെല്ലാം ഭക്തന്മാർ സമ്മാനിച്ചതാണ്. ഇതെല്ലാം ജനോപകാരത്തിനായി ഉപയോഗിക്കേണ്ടതാണ്. ഈ വിൽപത്രം എഴുതിയത് 1967 മാർച്ച് 23. അതിൽ സ്വാമി പറഞ്ഞിരിക്കുന്നു, എനിക്ക് 44 വയസ്സായി എന്ന്. 1926 ജനിച്ച സ്വാമിക്ക് 1967 40 വയസ്സ് കഴിയണം. എങ്ങനെ ഈ തെറ്റ് വന്നു? എന്തേ ഇത് ആരും കണ്ടില്ല? യാദൃച്ഛികം എന്ന് പറയാനാകുമോ? അന്നും ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു മഹാപുരുഷന്റെ ജന്മദിനം, വയസ്സ് എന്നിവ കണക്കാക്കുന്നതിൽ തെറ്റുവരുമോ? വന്നാലും ഈ പ്രധാന രേഖയിൽ അത് ആരുടെയും ശ്രദ്ധയിൽ പെടാതിരുന്നത് എന്തുകൊണ്ട്? ഭഗവാൻ അങ്ങനെ ഇച്ഛിച്ചു, അത്ര തന്നെ. മുൻ പറഞ്ഞ നക്ഷത്രമാസം വെച്ച് കണക്കാക്കി നോക്കുക. വിൽപത്രം പൂർണ്ണരൂപം കൊടുക്കുന്നു. മഹാരാഷ്ട്ര സർക്കാരിന്റെ പേരിലുള്ള 3 റുപ്യ 50 പൈസ പത്രത്തിലാണ് വിൽപത്രം എഴുതിയിട്ടുള്ളത്. To all to whom these presents shall come, or be it known to all people concerned that I, Sri Satya Sai of Prashanti Nilayam PO, Indian inhabitant, hereby declares as follows. 1. I was born in the village of Puttaparthi district, Anantapur, and am at present 44 years old. I joined the school and gave up studies and dedicated myself spread Sanatan Dharma. I am unmarried and I left my parents' house at the age of 12 and have taken up religious order with saffron dress, and I have no worldly and or family attachments. I declare that when I left my parents' place permanently and adopted holy order with no intention to revert back, I relinquished all my right, title, and interest in the family property, movable and or immovable, whatsoever and wherever they may be, and that I do not owe and possess my personal property, wealth, or estate. Whenever is given to by my devotees is under my management, supervision, and control as a trustee to be used for public charitable purposes. This declaration I am making so that nobody can claim under or through me in the family properties, if any. Dated this 23rd day of March 1967. Signature Satya Sai. T.I. Shukla, Solicitor and Advocate, Baba High Court, Bombay, 23rd March 1967. Om Tat Sat.